So thank you very much for all these testimonies. ഇതെല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയ ഈ ഉൾക്കാഴ്ചകൾ ആണ് വാസ്തവത്തിൽ നമ്മളെ വളർത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കുറച്ചുകൂടി ജ്ഞാനത്തിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് ബേസിൽ നമ്മൾ ഈശോയെ തന്നെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. നമ്മൾ ഈശോ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കുക, ഫോളോ മീ, ഇല്ലേ? ഫോളോ മീ. നമ്മളെല്ലാവരും ഈശോയെ അനുകരിക്കുന്നവരാണ്, അനുകരിക്കേണ്ടവരാണ്. പക്ഷെ എന്താ നമ്മൾ അനുകരിക്കുന്നത്? നമ്മൾ എന്താ അനുകരിക്കേണ്ടത്? ഈശോയുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗം മുതലാണ് നമ്മൾ അനുകരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദ്യത്തിലേക്ക് പോകുന്നില്ല, സമയം നഷ്ടപ്പെടാതിരിക്കാൻ. ഈശോയുടെ ബാല്യകാലത്തെ തന്നെയാണ് നമ്മൾ ആദ്യം അനുകരിക്കേണ്ടത്. ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെയും ജീവിതത്തിൽ ഈശോയുടെ ബാല്യകാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാനും കുറച്ച് വാക്കുകൾ ഈശോയുടെ രഹസ്യ ജീവിതം, ബാല്യകാലം, യൗവനം എല്ലാം നിറയുന്ന ഏതാനും വചനങ്ങളാണ് ലൂക്ക 2-ാം അധ്യായത്തിൽ 40 മുതലുള്ള വചനം. ലൂക്ക 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. എന്താ പറയുന്നത്? അവിടെ പറയുകയാണ്, ശരി, ചായ കാപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ്, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഈശോയുടെ ബാല്യകാലത്ത് ആ മനുഷ്യപുത്രനായ ഈശോ ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. കേട്ടോ, അപ്പോൾ കറക്റ്റ് ഒരു ഡയറക്ഷൻ തരികയല്ലേ നമ്മൾ എങ്ങനെ ആണ് നമ്മളുടെ വളർച്ച ഉണ്ടാകേണ്ടത്. പിന്നെ ഈശോ ഒരു 12 വയസ്സായ കാലഘട്ടത്തിലാണെങ്കിലോ അവിടെ കാണാം, 46-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. 46-ാമത്തെ വചനം, 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ കൂടെ ഇരുന്ന് അവർ പറയുന്നതെല്ലാം കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയും മറുപടിയെയും കുറിച്ച് അത്ഭുതപ്പെട്ടു. കേട്ടോ, അപ്പൊ 12 വയസ്സിലും ആ കുഞ്ഞിന്റെ വളർച്ച വളരെ ജ്ഞാനവും ബുദ്ധിയുമാണ്. പിന്നെ ഇനി ആ പാരഗ്രാഫിന്റെ അവസാനം 52-ാമത്തെ വചനം വായിച്ചേ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. 3-ാമത്തെ സ്റ്റേജ്. ഇനി 4-ാമത്തെ സ്റ്റേജാണ് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടം, ഇല്ലേ? ആ പരസ്യ ജീവിത കാലഘട്ടത്തിൽ എല്ലാവർക്കും അത്ഭുതപ്പെടുത്തിയിരുന്നത് എന്താ? ഇവൻ ഈ തച്ചന്റെ മകൻ ഇങ്ങനത്തെ ജ്ഞാനം എങ്ങനെ കിട്ടി? ഒരമ്മച്ചി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഓ, നിന്നെ ഊട്ടിയ മുലകൾ എത്ര ഭാഗ്യമുള്ളത്, നിന്നെ വഹിച്ചത്. കാരണം അവർക്ക് എന്തോ ഒരു ജ്ഞാനമാണ് ഇവ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു യുണീക്നെസ് ഈശോയിൽ നമുക്ക് കാണാം. ദൈവിക ജ്ഞാനത്തിൻ്റെ അത്ഭുതകരമായ അനുഭവമാണ് ഈശോ. ഇത് തന്നെ മറ്റു പല സ്ഥലത്തും ഈശോ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ഈശോ അപ്പസ്തോലന്മാർ പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൽ തുടങ്ങി. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആ ഹോൾ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. അതിനുശേഷം വ്യത്യസ്ത രീതിയിലുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം നൽകിയതിന് ശേഷം അവസാനം വന്നിട്ട് പറയുന്നത് എന്താ? 31-ാമത്തെ വചനത്തിൽ 11:31 പറയുകയാണ്, ദക്ഷിണദേശത്തെ രാജ്ഞി സോളമന്റെ വിധി ദിവസത്തിൽ ഉയർത്ത് ഈ തലമുറയെ വിധിക്കും. കാരണം അവൾ സോളമന്റെ വിജ്ഞാനം കാണാൻ വേണ്ടി
ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അതാരാ? കർത്താവ് ഈശോ മിശിഹ. എന്നാൽ ആ കർത്താവ് ഈശോ മിശിഹായുടെ വിജ്ഞാനം കാണാനോ ആ വിജ്ഞാനത്തിൽ നിന്ന് സ്വീകരിക്കാനോ ആരും വരുന്നില്ല. ഇത് ഫരിസേയരും നിയമജ്ഞരെയും കുറിച്ച് കൂടിയാണ് ഈശോ പറയുന്നതെങ്കിലും ഇന്ന് നമ്മളെ കുറിച്ചും എന്താ പറയാ, ഇത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെ ചെറുപ്പത്തിലേ തന്നെ മാത്തമാറ്റിക്സും ആൾജിബ്ര, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, സുവോളജി, ബയോളജി, ബോട്ടണി ഇതിലേക്ക് അങ്ങ് കയറ്റി. എന്നാൽ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. മനുഷ്യൻ നശ്വരമായ അപ്പത്തിന് വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത്. അധ്വാനിക്കണം. എന്തിനു വേണ്ടി അധ്വാനിക്കണം? ദൈവപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ 25 വർഷത്തെ അധ്വാനത്തിൽ നിന്നാണ്. 25 വർഷത്തെ അധ്വാനം. എന്തിനു വേണ്ടിയുള്ള അധ്വാനം? അനശ്വരമായ ഈ ജീവന്റെ അപ്പം. ഇന്നത് പറയുമ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് നോക്കുകയാണ്. ദൈവമേ, എന്തോ ഒരു വലിയ അനുഗ്രഹമാണ് ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ട് ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് പകരാൻ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. എന്നോട് ആരെങ്കിലും ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് വേറെ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എപ്പോൾ എടുക്കണോ, ഏത് സബ്ജക്റ്റ് വേണോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഒട്ടനെ അങ്ങ് പറയാം. ഇപ്പോൾ ഇടയ്ക്ക് പനക്കിലച്ചനൊക്കെ വിളിച്ചു പറയും, തോമസ് പോളെ ഓടി വന്ന് ഒരു ക്ലാസ് എടുക്കാം. ഞാൻ കൊണ്ട് വരാം. ഓടി ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴാണ് പറഞ്ഞത്, ഇന്ന സബ്ജക്റ്റ് അവരുണ്ട്, ഓക്കെ ശരി കർത്താവ് ബ്ലെസ്സിങ്. അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡ്രെന്ന് പറഞ്ഞങ്ങ് വരികയാണ്. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ. എന്തുകൊണ്ടാ? ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇത് ഞാനൊരു പൊക്കിപ്പടയല്ല, നിങ്ങൾക്കൊരു പ്രചോദനം നൽകാൻ വേണ്ടിയാണ് ഇതൊക്കെ. ഇത് നമുക്കെല്ലാം സാധിക്കണ കാര്യമാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണ്. എനിക്ക് യാതൊരു പ്രത്യേകതയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കോൺസെൻട്രേഷൻ ഈ ജ്ഞാനത്തിലൂടെ നീങ്ങിയാൽ എളുപ്പം കാര്യം നടക്കും. അല്ലെങ്കിൽ അതാണ് വഴി, ദൈവിക ജ്ഞാനം. ഇപ്പം നമ്മൾ ഈശോയുടെ ആ പ്രബോധനത്തിൽ തന്നെ പോവുകയാണ്. പറയാണ്, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. എന്നാൽ അവൻ്റെ അടുത്ത് ആരും ജ്ഞാനത്തിന് വേണ്ടി വരുന്നില്ല. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ നാട്ടും പുറത്ത് അപ്പാപ്പനും അമ്മയും വീട്ടുകാർ 5ഉം 10ഉം മക്കളുണ്ടായാലും ഇതുപോലൊരു ടെൻഷനോ സ്ട്രെസ്സോ അവിടെ ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ അവിടെ വളർന്നോളും. കുറച്ച് ഹെൽപ്പേഴ്സും വീട്ടുകാരും വേലക്കാരും ഒക്കെ അവരെ കെയർ ചെയ്തോളും. അവനടയ്ക്കാവനത്തിൻ്റെ മുകളിൽ വീണാലും ഇതൊന്നും ആരും ഒന്നും നോക്കിയിരുന്നില്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെല്ലാം കുസൃതിയാണ് കാണിച്ചിരുന്നത്. നോബഡി വെർ ബോതേഡ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമാണോ ഇവിടെ? ഇവിടെ വളരെ വോളറ്റൈൽ ആൻഡ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. ഈ ലൈഫിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ കൂടുതൽ ദൈവിക ജ്ഞാനം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈശോയുടെ പ്രബോധനം വേറെ ഒരുപാട് സ്ഥലത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട്, നിന്റെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്ത അത്രയും വലിയ വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഏതാണ് ആ വചനം? വചനത്തിന് നമ്പർ ആരെങ്കിലും ഒന്ന് പറയാമോ? ഇതൊക്കെ ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ എവിടെയാ? ലൂക്ക 21:15 നോക്കിയേ. 21:15 ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും
നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത് അന്ന് നൽകും എന്ന് പറഞ്ഞതെല്ലാം ഇന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നൽകി കഴിഞ്ഞിരിക്കണു ഇല്ലേ? അന്ന് അപ്പസ്തോലന്മാരോടും അവരോടെല്ലാം നൽകും എന്ന് പറഞ്ഞത് ഈശോയുടെ പീഡാനുഭവം, മരണം, പുനരുത്ഥാനത്തിനും പന്തക്കോസ്തായ്ക്ക് ശേഷം നൽകി കഴിഞ്ഞു. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. സോ വി ആർ ഇൻ എ ഓൾറെഡി സിറ്റുവേഷൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും. വി ആർ ഇൻ എൻ ഓൾറെഡി, നമുക്കിത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും. ഇപ്പൊ നമ്മളൊരു ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗിഫ്റ്റ് കിട്ടി, ബിഗ് പാക്കറ്റ് ഓഫ് ഗിഫ്റ്റ്. ആ വലിയ ഗിഫ്റ്റ് പാക്കറ്റ് കിട്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പറയാമല്ല, അയ്യോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നിട്ട് തുറക്കാൻ പോലും പറ്റിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റായി, പിന്നെ ഇടയായി, പിന്നെ അത് കഴിഞ്ഞ് ജോലിയായി, ഇല്ലേ? പറയാറില്ലേ? എന്ന പോലെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ഈ വരങ്ങൾ അനവധിയായിട്ടുള്ളത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ തുറന്നിട്ടില്ല. അത് തുറക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ജ്ഞാനസ്നാനത്തിലൂടെ എന്നിൽ നൽകിയിരിക്കുന്ന ഓരോരോ ആപ്ലിക്കേഷൻസ് തുറക്കണം. ഇപ്പൊ ഈ ഒരു ഫോൺ നല്ല ഫോണാണ്, ഇതിനകത്ത് ഒരുപാട് ആപ്സ് ഉണ്ട്. പക്ഷെ നമ്മളാ കൂടി ഫോൺ ചെയ്യാൻ മാത്രമേ ഇത് ഉപയോഗിക്കണുള്ളൂ, ഇല്ലേ? ഈ പിള്ളേരുടെ അടുത്തുനിന്ന് കൊടുത്തു നോക്കി, ആ ഒരു പടപടേന്ന് ഇതിനകത്ത് എന്തെല്ലാം കുസൃതികളാ ചെയ്യണേ. അതെന്താ? ആ മമ്മിക്ക് അറിഞ്ഞൂടാ ഇതിനകത്ത് ഈ ആപ്പുണ്ട്, ഇതിനകത്ത് ആ ആപ്പുണ്ട്, ഇല്ലേ? അപ്പൊ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ആപ്പ് ആക്ടിവേറ്റ് ചെയ്താൽ ഇന്നത്. എന്ന പോലെ നമ്മുടെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിരവധി ആപ്സ്, അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രായത്തിന്റെ ഒരു ബയോളജിക്കൽ അവസ്ഥയും കൂടി ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് വലുതായ ആളുകൾക്കൊക്കെ എല്ലാം ആക്ടിവേറ്റ് ആവും. അത് ആക്ടിവേറ്റ് അല്ലാത്തതുകൊണ്ട് ഇപ്പൊ വിവാഹ ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനം അത് കിട്ടിയാലല്ലേ വിവാഹ ജീവിതം വിജയകരമാവുള്ളൂ. അങ്ങനെ കുട്ടികളെ വളർത്താനുള്ള ഒരു അമ്മയ്ക്ക് ആവശ്യമായ ജ്ഞാനം അത് കിട്ടിയാലല്ലേ അത് വിജയിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ 5 വയസ്സിൽ അത് ആക്ടിവേറ്റ് ആവോ? ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഈ ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഗ്രാഫ് എന്നർത്ഥം. ബയോഗ്രാഫി എന്ന് പറയില്ല, ഓട്ടോബയോഗ്രാഫി. അപ്പോൾ നമ്മുടെ ബയോഗ്രാഫിക്കൽ ഗ്രോത്ത് അനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും ഇത് തുറക്കാൻ വേണ്ടി ഇത് തന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മയാകുന്നതിന്റെ ആ ജ്ഞാനം കിട്ടാൻ പോകുന്നത് ഇപ്പോഴല്ല, കുറെ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അമ്മയായിട്ടുള്ളവർക്കോ? അപ്പൊ ഒരിക്കൽ ജർമ്മൻകാരി ഒരു പെണ്ണ് പറയും, നീ ഇങ്ങനെയൊക്കെ പറയും, വെളുപ്പിന് ഈ 4 ആൺപിള്ളേരാണ് എനിക്കുള്ളത്, ഈ 4 ആൺപിള്ളേരെ എങ്ങനെയെങ്കിലും കുളിപ്പിച്ച് ഇവരെ ഹോംവർക്ക് ചെയ്യിച്ച് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് സ്കൂളിൽ വിടുമ്പോഴേക്കും എൻ്റെ ഒരു പരിവാവും, പിന്നെ എങ്ങനെയാ വെളുപ്പിനിരുന്ന് പ്രാർത്ഥിക്കണേ? അപ്പൊ എല്ലാ അമ്മമാരും അത് തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നണത്? ഈ ആളുങ്ങൾക്ക് ഇതിന്റെ വല്ല വിവരം ഉണ്ടാ എന്നൊക്കെ പറയാത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദേഷ്യപ്പെടണ എന്തിനാ? നിനക്ക് എന്തിനാ ഈ ദേഷ്യം? നിനക്ക് സ്വർഗസ്ഥനായ പിതാവ് നിന്റെ ഗർഭത്തിൽ സൃഷ്ടിച്ച ഈ 4 ആൺപിള്ളേർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നീ നിശ്ചയിക്കണോ അതോ ദൈവം നിശ്ചയിക്കണോ? പറയും. ഈ പറയണത് അതങ്ങ് ദൈവത്തിൽ നിന്ന് വാങ്ങി അവർക്ക് കൊടുക്കാനായി പറയണത്. അത് നമ്മുടെ ഒരു ദൗത്യമല്ലേ, നമ്മുടെ ജ്ഞാനമല്ലേ? നീ ഒരു 10 മിനിറ്റ് പിള്ളേരെ എണീക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഒന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഇപ്പൊ നമ്മുടെ അമ്മമാര് പറയും, അയ്യോ നമ്മൾ എണീറ്റാ ഉടനെ പിള്ളേരെ എണീക്കും, ഇല്ലേ? ചിലവർക്ക് അങ്ങനെയാ, പിള്ളേരെ മുട്ടി കിടന്നാലേ, ഇല്ലേ? അപ്പൊ അവിടുന്ന് എണിക്കണ്ട, അവിടെ ഉണർന്നാ മതി, അവരെ മുട്ടി തന്നെ ഇരുന്നോ. ഇത് നമ്മുടെ പിള്ളേരുടെ ഗുണം, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ ഗുണം. മറ്റൊരു അവരെ കൊട്ടയിലും അവിടെ ഇവിടെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ആക്കി അങ്ങ് മാറ്റിയാണ്. അവര് സ്പർശനത്തിന്റെ ആവശ്യമില്ല, ഉറങ്ങാനും ഉറക്കം തുല്യാൻ. അവരൊക്കെ സെപ്പറേറ്റ് ചെയ്യിക്കുകയാണ്. നമ്മളങ്ങനെയല്ല, നമ്മളെ സെപ്പറേറ്റ് ചെയ്യിച്ചാലൊന്നും കുറച്ച് പേര് ഉറക്കം കഴിയുമ്പോൾ അവരെല്ലാം വന്ന് നമ്മുടെ കൂടെ ഒന്ന് കിടക്കൂലേ? എനിവേ, അപ്പം ഇവിടെ
ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നീ 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. 7 മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഓക്കെ. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഒരു 10 ദിവസം ഇതൊരു ട്രയലായിട്ട് ചെയ്തി, എന്നിട്ട് എനിക്കൊന്ന് വിവരം എഴുതി അറിയിക്കാമോ? ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജർമ്മൻകാരിയാണ്. അവള് സിൻസിയറായിട്ട് ചെയ്തു. അത്ഭുതം നടന്നു എന്നാണ് പറയണേ. അവൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവള് എഴുതിയിരിക്കുകയാണ് മിറക്കിൾ. അവൾ പറയാണ്, ആദ്യത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, ജ്ഞാനത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു ആശ്വാസം കിട്ടി. ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. 2ാമത്തെ ദിവസം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ കുട്ടികളെ ആരെയും വിളിക്കേണ്ടി വന്നില്ല. അവർ താനെ എഴുന്നേറ്റ് വന്ന് പല്ല് തേക്കണം. അല്ലെങ്കിൽ ഇവരെ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരെ വിളിച്ചുകൊണ്ടുവന്ന് പല്ല് തേപ്പിക്കുന്നത്. ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് പല്ല് തേപ്പിക്കുമ്പോഴേക്കും മറ്റേ ആൾ പോയി കിടക്കും വീട്ടും. അവരെ വിളിക്കാൻ ചെല്ലുമ്പോൾ ഇവൻ വേറെ എന്തെങ്കിലും കാണിക്കും. 3ാമത്തെ ദിവസം ഇവര് താനെ എഴുന്നേറ്റ് താനെ ഹോംവർക്ക് ചെയ്യണം. 4ാമത്തെ ദിവസം അത്യത്ഭുതം എന്ന് പറഞ്ഞത് ഇതാണ്, എൻ്റെ ഭർത്താവ് എഴുന്നേറ്റിരിക്കണം. അയാള് കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കുട്ടികൾ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല. കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങൾ താനെ ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യണത് ഭർത്താവ്. അങ്ങനെ ഞാൻ 1 മണിക്കൂറിൽ കൂടുതൽ ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മിറാക്കുലസ് എഫക്റ്റാണ്. എന്നിട്ട് പറയാൻ, നീ ഒന്നുകൂടി ഞങ്ങളുടെ ഈ പ്രദേശത്ത് വന്ന് അമ്മമാർക്ക് ഒരു ധ്യാനം നടത്തി തരണം. അങ്ങനെ അവള് കുറേ അമ്മമാരെ വിളിച്ചു കൂട്ടി. അവളുടെ ഈ സാക്ഷ്യം, നമ്മൾ വെറുതെ കിടന്ന് തലയ്ക്ക് സ്ട്രെസ് എടുത്ത് ഭാരം വെച്ച് പിള്ളേരുടെ കാര്യം ആലോചിച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി. നമ്മൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഇത്രയും സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഉണ്ടാവുന്നത്. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് 4ഉം 5ഉം കുട്ടികളുള്ളവർക്ക് ദൈവം ഗ്യാരണ്ടിയാണ്. ദൈവം അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാതിരിക്കോ? പക്ഷെ അത് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കളിലേക്ക് ജ്ഞാനം നിറയണം. ഇനി ഇതും കൂടി ഒരു സ്റ്റെപ്പ് ഞാൻ കൂടുതൽ പറയാണിപ്പോൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് വന്നിരിക്കുന്ന കുട്ടികൾ, അവർ ലോകത്തിലെ കാര്യങ്ങളാണ് കാണുന്നത്. അവർക്ക് റിലീജിയനോ ഒന്നും കണ്ണും മൂക്കില്ലാണ്ട് അവരങ്ങ് കയറി പ്രേമിക്കുകയും ചെയ്യും. അവരിവരെയൊക്കെ അവസാനമാണ് നമ്മൾക്ക് എൻ്റെ ദൈവം ഇനി എന്താ ചെയ്ത്. ഇപ്പൊ ഒരു സംഭവം നിങ്ങളെല്ലാവർക്കും ഇതൊക്കെ ഒരു അമ്മച്ചി പറയാണ്, അല്ലെങ്കിൽ ഒരു കപ്പിള് നമ്മുടെ ഒരു ധ്യാനം കൂടാൻ വന്നപ്പോൾ ഞാൻ അവര് എന്തിനാണ് ഇങ്ങനെ, എനിക്ക് അവരൊരു വലിയ ഹൈ ലെവൽ പാർട്ടിയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ധ്യാനത്തിന് ഒരു ആവറേജ് ആൾക്കാരൊക്കെ അല്ലേ വരാറുള്ളൂ ധ്യാനത്തിന്. ഒരു 5 സ്റ്റാർ കമ്പനി വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ വഴിതെറ്റി വല്ലതും വന്നതാണോ? ഇത് തോമസ് പോൾ ബ്രദർ എന്നാണ് എൻ്റെ പേര്, നമ്മളിങ്ങനെ ഈ ധ്യാനമാണ് ഇവിടെ നടത്തുന്നത്. ഇല്ലില്ല, ഞങ്ങൾ വഴിതെറ്റിയിട്ടല്ല വന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ വന്നത്. അപ്പം എന്താ നിങ്ങൾ ധ്യാനം കൂടാൻ വരാനുള്ള കാരണം? അപ്പോഴേക്കും അത് കരയാൻ തുടങ്ങി. അങ്ങനെ മാറ്റിയിരുത്തി സംസാരിച്ചപ്പോൾ പറയാണ്, വളരെ സ്നേഹിച്ച് വളർത്തി, വലിയ വലിയ വീട്ടുകാരാണ്, വലിയ ധനികരാണ്, എല്ലാം ഉണ്ട്, സമ്പത്തും സമൃദ്ധിയും സകലതുമുണ്ട്. അതിൻ്റെ എല്ലാം കളിത്തൊട്ടിൽ വളർത്തിയ അവരുടെ മകള് ഡോക്ടറായി MDക്ക് പഠിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ അവള് വന്ന് പറയാണ്, ഞാൻ എൻ്റെ കൂടെ പഠിക്കണ ഒരു മുസ്ലിമുമായിട്ട് കല്യാണം കഴിച്ച് മുസ്ലിം ആകാൻ പോവുകയാണ്. ഇത് കേട്ടതോടെ അവരുടെ ചങ്ക് പൊട്ടി. അവർ പറയാണ്, ഞങ്ങൾ ഒരാഴ്ചയായിട്ട് വീട്ടിൽ വെപ്പില്ല, കുടിയില്ല, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങളത് തളർന്നു. എന്തിന് ജീവിക്കണമെന്ന് തന്നെയാണ്, എന്തിനിതെല്ലാം ഞങ്ങൾ ചെയ്തു, എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം ലക്ഷ്യത്തോടെ ഇവരെ ഞങ്ങൾ വളർത്തി, ഞങ്ങൾ എന്ത് ചെയ്യണം? സാറ് ഒരു ഉപദേശം തരണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ഇങ്ങനെയാണ്, എന്ത് ചെയ്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് നമ്മൾ ചെയ്തില്ല,
അപ്പോൾ നമ്മളോട് ഞാൻ വീണ്ടും പറയാണ്, മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മകള് ഡോക്ടറായോ എഞ്ചിനീയറായോ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആയോ ഇതൊന്നും കർത്താവ് നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ കർത്താവ് ചോദിക്കാൻ പോകുന്നത്, എന്നെക്കുറിച്ചുള്ള അറിവ് നീ കുഞ്ഞിന് കൊടുത്തോ? എൻ്റെ വചനം നീ കുഞ്ഞിന് ഭക്ഷണമായിട്ട് കൊടുത്തോ? ഇത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഫുൾഫിൽ ചെയ്തില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണെന്ന് നമുക്കറിയാം. അതറിയണമായിരുന്നു, അത് അവർക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ മേഖലയിൽ നിങ്ങളൊന്ന് പശ്ചാത്തപിക്കുക. രണ്ടാമത്, ഏതൊരവസ്ഥയിലും ദൈവം നമ്മളെ സഹായിക്കുന്നവരാണ്. ദൈവം നമ്മളെ സഹായിക്കും ഏതൊരവസ്ഥയിലും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈ കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും ദൈവം. എങ്ങനെ? അവർക്ക് ഒരു സമാധാനമായി. എങ്ങനെ? ശ്രദ്ധിക്കണം. 2 വചനമാണ് ഇതിൻ്റെ പ്രധാന കരുവായിട്ട് ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഒന്ന്, എല്ലാവരും ഒന്നെടുത്തോ, ഏശയ്യ 59:21. ഇത് സുവിശേഷത്തിൻ്റെ പുതിയ നിയമത്തെക്കുറിച്ചുള്ള പഴയ നിയമ പ്രഖ്യാപനമാണ്. ഏശയ്യ 59 എന്ന് പറഞ്ഞാൽ ഏശയ്യ 53 ശേഷമാണെന്ന് നമുക്ക് സംശയമില്ലല്ലോ. ഏശയ്യ 59:21. അപ്പൊ ആ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. രക്ഷകൻ വന്നു കഴിഞ്ഞാൽ, പുതിയ ഉടമ്പടി വന്നാൽ, ആ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്തായിരിക്കും? എന്താ പറയുന്നത്? വായിച്ചോളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിങ്ങളുടെ മേൽ ഞാൻ നിക്ഷേപിക്കുന്ന എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്ന വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് ഇത് അരുളിച്ചത്. ഇവിടെ എന്നെ വളരെയധികം ആകർഷിച്ചിരുന്ന ഒരു വാക്ക് ഇതാണ്. നമ്മളിപ്പോൾ ഒരുപാട് വചനങ്ങൾ വായിച്ചിട്ടുള്ള, എവിടെയെങ്കിലും വചനത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ഇങ്ങനെ പറയുന്നുണ്ടോ? ഇത് കർത്താവാണ് അരുളിച്ചത്, ഇല്ലേ? ഒരു ഭയങ്കര എംഫസൈസ് വരുന്നില്ല അവിടെ. ഇത് കർത്താവാണ് അരുളിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇതൊരു ഉടമ്പടിയാണ്. അതാണ് പുതിയ ഉടമ്പടി. അതാണ് ഈശോയിലൂടെ വന്നിരിക്കുന്നത്. ഈശോ തന്നെയാകുന്ന വചനവും ഈശോയുടെ പരിശുദ്ധാത്മാവിനെയും നമ്മളിൽ നൽകിയിട്ടുള്ളത് നമുക്ക് വേണ്ടി മാത്രമല്ല. അത് നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതായത് നിങ്ങളിൽ ഇത് നിറയുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ രക്തബന്ധത്തിലൂടെ നമ്മുടെ മക്കളിലേക്ക് ഇത് പടരും. ഇതിപ്പോ പലരും പറയാറുള്ളത്, ഞങ്ങൾക്ക് കുറെ കംപ്ലൈന്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പം ഇത് കേട്ടോടി ഞങ്ങളുടെ സകല കംപ്ലൈന്റ് തീർന്നു, എല്ലാത്തിനും പരിഹാരം കിട്ടും. കംപ്ലൈന്റ് എന്താ? മക്കളുടെ പ്രശ്നവും ആവലാതിയ. എങ്ങനെ ഇവരെയൊക്കെ ഒരു പരുവത്തിലാക്കും? ഇത് 100% ഷുവർ വേ ആണ്. 100%. ഇത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ പ്രയാസങ്ങളെല്ലാം, ആകുലതകളും, മക്കളുടെ കാര്യത്തിലുള്ള ആകുലത. മക്കളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും നയിക്കണം. അപ്പോൾ അതിന് അവരോട് ഈ പ്രായത്തിൽ നീ അത് ചെയ്യടാ, നീ വായിക്കടാ, നീ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കടാ എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചടിക്കും. മമ്മി 60 വയസ്സായപ്പോഴല്ലേ ഇത് വായിക്കാൻ തുടങ്ങിയത്, അപ്പം ഞങ്ങൾ വായിച്ചോളാം തുടങ്ങി. കഴിഞ്ഞ പിന്നെ നമ്മളിപ്പോൾ എന്ത് പറയും? അപ്പം നമ്മളിതൊന്നും പറയണ്ട. നമ്മൾ ഈ വചനത്തെ ഓപ്പറേറ്റ് ചെയ്യുക.
അതായത് ഈ വചനത്തെ പ്രൊസീജിയറിലൂടെ ഈ കർത്താവ് ഈ വചനമനുസരിച്ച് ഞാൻ അങ്ങയുടെ ജ്ഞാനവും അങ്ങയുടെ വചനവും ഞാൻ ഭക്ഷിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ നിവേശിപ്പിക്കപ്പെട്ട ഈ വചനവും ആത്മാവും എൻ്റെ എല്ലാ മക്കളിലേക്കും അവരുടെ കുഞ്ഞു മക്കളിലേക്കും ഒഴുകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസത്തിന് ശക്തി ഉണ്ടെന്ന് പറയണം. ഞാൻ എപ്പോഴും ഇനി ഞാനത് പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ അല്ലെങ്കിൽ അത് മറന്നു പോകും. ഞാൻ ചിലപ്പോൾ ഒരു വിമർശന രൂപമെന്ന് വിചാരിക്കരുത്, വേറെ ഒരു രൂപത്തിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരിക്കലും ഒരു ക്ലാസ് കേൾക്കാൻ ടി വിയിൽ, അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ അവനോട് 15 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു, അത് കഴിയുമ്പോൾ നിന്റെ കാര്യം സാധിക്കും. കല്യാണക്കാര്യം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ ഉള്ളിലിരുന്ന് കർത്താവ് പറയണേ അതൊരു വിശ്വാസം, അതൊരു വിശ്വാസം. 15, 33 ഇതൊക്കെ അതൊരു വിശ്വാസം. പക്ഷേ ആ വിജാതീയനായ ശതാധിപൻ പറഞ്ഞത് കേട്ടോ, കർത്താവേ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കൃത്യം സുഖപ്പെടും. ഇപ്പം നമ്മൾ ഏത് ലൈനിലാണ് പോകേണ്ടത് പറയും. നമ്മൾ കുറേ നമ്പർ ഓഫ് പ്രയറുകൾ ഉണ്ടാക്കിയതുകൊണ്ടല്ല കാര്യം, നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം. നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇത് ഞാൻ പറയണത് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ ഈശോ തന്നെ പറഞ്ഞത് എന്താ, കണ്ടോ, ഇതുപോലെ ഒരു വിശ്വാസം നമ്മൾ യഹൂദർ ഇസ്രായേലിൽ പോലും കണ്ടില്ല. എനിക്കതങ്ങ് ഭയങ്കര സ്പർശി. ദൈവമേ, ശരിയാണല്ലോ, നമ്മൾ കുറേ നമ്പർ ഇത്ര 33 അങ്ങനെ ചെയ്യും, 23 ഇങ്ങനെ ചെയ്യും, ഇത്ര ഇതൊക്കെ പറയണു. എന്തുകൊണ്ടാ അങ്ങനെ പറയണത്? നമ്മുടെ വിശ്വാസം കഴമ്പില്ലാത്തത് കൊണ്ടാണ്. കുറ്റം പറയാനല്ല, നമ്മൾ ഉയരണം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ പറയണത്? നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ വിശ്വസിക്കുകയാണ്, കർത്താവെ അങ്ങയുടെ ഇന്ന വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കർത്താവാണ് പറയുന്നത്. അതുകൊണ്ട് നീ ഭക്ഷിക്കുന്ന ഈ വചനം, നിന്നിൽ നിറയുന്ന ആത്മാവും നിന്നിലൂടെ നിന്റെ സന്തതികളിലേക്ക് പടരും. ഞാൻ വിശ്വസിക്കുന്നു. That's it. അതിന് ശക്തിയുണ്ട്. അതാണ് പ്രസംഗിക്കുന്നത്. അല്ലാണ്ട് ആർക്കറിയാം തോമസ് പോൾ അങ്ങനെയൊക്കെ പറയേണ്ടത് നടക്കുമെന്ന് നോക്കാൻ അറിയാം. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ മാതിരി മറുനാടൻ പ്രദേശത്ത് ഒരു അമ്മച്ചി പറയാണ്, നമ്മുടെ മലയാളി, എൻ്റെ ബ്രദറെ എനിക്ക് 2 പെമക്കളാ. അവർ 2 പേരും നിരീശ്വരവാദി സംഘടനയിലെ അംഗങ്ങളാണ്. നിരീശ്വരവാദികൾ മാത്രമല്ല, നിരീശ്വരവാദി സംഘടനയിലെ അംഗങ്ങളായിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ആണ്, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, അവരയക്കുന്ന ലീഫ്ലെറ്റുകൾ എല്ലാ ദിവസവും സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിച്ച് എൻ്റെ എനർജി മുഴുവൻ തീരും. എങ്കിലും ഞാൻ അവർക്ക് വെച്ചുവിളമ്പി കൊടുക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അവസാനം വഴക്കിട്ടിട്ട് ഞങ്ങൾ പിരിയാറുള്ളൂ. പക്ഷെ ഞാൻ അവരോട് പറയും, ഏടി മക്കളെ, ഞാൻ പ്രാർത്ഥിക്കണതേ കല്ലിനോടും മരത്തിനോടൊന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അതുകൊണ്ട് എൻ്റെയൊക്കെ കണ്ണിൽ മുന്നേ തന്നെ നീയൊക്കെ കർത്താവിൽ വിശ്വസിക്കണം, ഞാൻ കാണൂടി. ഇതാണ് അമ്മ, ഇതാണ് അമ്മ. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കേണ്ട ആൾക്കാരൊന്നും അല്ല നമ്മൾ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസമാണ് നമ്മളുടെ മക്കളെയും ലോകത്തെ മുഴുവനും തകിട്ടം മറിക്കേണ്ടത്. അത് നമുക്കുണ്ടെന്നേ, അതുണ്ട് നമുക്ക്. അതുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ നാട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ഉപ്പ് പുളിപ്പ് എന്ന് പറയണത്. നമ്മൾ പുളിപ്പ്
മാവിൽ ചേർക്കുമ്പോൾ വല്ല സംശയമുണ്ടോ നാളെ രാവിലെ ഈ മാവ് പുളിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ കൃത്യമാവും എന്നുള്ളതിന് നല്ല ഉറപ്പല്ലേ? അതുപോലെയുള്ളൊരു വിശ്വാസം വേണ്ടത്. ആ 3 ഇടങ്ങഴി മാവിനെ മുഴുവനും പൊളിപ്പിക്കും, ആ ഒരു തരി പൊളിക്കും. എന്ന പോലെ നമ്മളിലുള്ള ഒരു തരി വിശ്വാസം നമ്മുടെ മക്കളെയും അവരുടെ കുഞ്ഞുമക്കളെയും എന്നല്ല ഈ നാടിനെ മുഴുവനും പൊളിപ്പിക്കാൻ കരുത്തുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇറ്റ്സ് നോട്ട് ദ നമ്പർ ഓഫ് പ്രയർ, വിശ്വാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കാരണന്മാരോട് അവരോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ വിശ്വസിക്കുക. ഈ രാവിലെ എഴുന്നേറ്റ് അപ്പം ഞാനൊരു കണക്ക് 4 മണി എന്നുള്ള കണക്കാണ് എൻ്റെ ഈ പ്രഭാതം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്: സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മളിൽ സൂര്യൻ ഉദിക്കണം എന്നുള്ളതാണ്. ഉദിക്കുന്ന സൂര്യൻ നമ്മളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ട് വണങ്ങണം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു സെറ്റപ്പ് ഉണ്ട്. 4 മണിക്ക് നാളെ ഞാൻ എണീക്കുമ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുന്ന ഒരു അലാം സെറ്റ് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിലൂടെ 4 മണിക്ക് മുമ്പ് നിങ്ങളെ ആരെങ്കിലും വന്ന് എണീപ്പിക്കും, പരിശുദ്ധാത്മാവ് എണീപ്പിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ? നോക്കണോ? അങ്ങനെ ആർക്കൊക്കെ വേണമെന്നുള്ളവർ ഇപ്പോൾ കൈ ഉയർത്തും. ഇപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാൻ പോവുക. നിങ്ങൾ പൊക്കിക്കൊടി മക്കളെ നാളൊന്ന് ട്രയലായിട്ടൊന്ന് നോക്ക്. അപ്പോൾ എല്ലാവരുടെയും ആത്മാവ് എൻ്റെ ആത്മാവുമായിട്ട് ഇപ്പോൾ കോൺഫിഗർ ആകാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കൈ ഉയർത്തി പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ നാളെ 4 മണിക്ക് എണീക്കും. ഞാൻ എണീക്കുന്ന സമയത്ത് ഇവരെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ ഉണർത്തണമേ. കർത്താവെ, അങ്ങ് എന്നും ഇത് ചെയ്തിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി, കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവേ, നാളെ രാവിലെ 4 മണിക്ക് തോമസ് പോൾ എണീക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണരും. പരിശുദ്ധാത്മാവേ, ഈ സെറ്റപ്പ് ഇപ്പോൾ സെറ്റ് ചെയ്യണേ. ആമേൻ. സെറ്റായി. നാളെ 4 മണിക്ക് മുമ്പ് നിങ്ങളെല്ലാവരും ഉണരും. എന്താ വിചാരിച്ചേക്കണേ? നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കോ ഇല്ലയോ? ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് 4 മണിക്ക് മുമ്പേ എണീക്കും. ചിലപ്പോൾ 3:30 എണീക്കും. ചിലപ്പോൾ ഇത്. അപ്പം നാളെ അങ്ങനെ ഒന്ന് എണീറ്റൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ. മനസ്സിലായ? സമാധാനമായില്ലേ? കൊച്ചു പിള്ളേർക്ക് അതാണ് പ്രശ്നം. പക്ഷേ ട്രൈ ടു ഡെവലപ്പ് എ ഹാബിറ്റ്. ഞാൻ പണ്ട് 7 മണിക്കൊക്കെ എണീറ്റിരുന്ന ആളാ. പക്ഷെ ഇപ്പം 3, 3:30, 4 മണിക്ക് ചാടിയിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും കുറ്റം പറ ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, മക്കൾ ശരിയല്ല, അമ്മായിയപ്പൻ ശരിയല്ല. ഇവരെ എല്ലാവരെയും മാറ്റാൻ പറ്റിയ ഒരു ടോർപ്പിഡോ ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇവരെല്ലാവരുടെയും ആത്മാവിലേക്ക് പ്രകാശം പരത്താൻ നമ്മൾ ഒരാളെ കൊണ്ട് സാധിക്കും. ചിലർ പറയും, എൻ്റെ ബ്രദറെ, എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം, നിന്നെ കർത്താവ് ആ ഭവനത്തിൽ ജീവജലത്തിൻ്റെ ഒരു ചാനലാക്കി കൊണ്ടുവന്നിരിക്കണു. ആ ഭവനം മുഴുവനും നനയാനും അല്ലെങ്കിൽ കൃപ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് എന്നാ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ കുടുംബത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു. അവരതുപോലെ പ്രാർത്ഥിച്ചു. ചുരുക്കി പറയാൻ, ഈ 1 മാസത്തിനകത്ത് ഈ പെൺകുട്ടി അതെല്ലാം ഉപേക്ഷിച്ച് ഇവരുടെ വീട്ടിൽ വന്നു. ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് കേസ്. ഒരു പെൺകുട്ടി ഇടയ്ക്ക് 19 വയസ്സായിട്ടുള്ളൂ. അവളൊരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ പോയി അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി.
മാതാപിതാക്കൾക്ക് ഉണ്ടാകണ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. അവർ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവളെ ഒന്ന് വിളിക്കും. ഇല്ല, ഞങ്ങളവളെ വിളിക്കൂല, അവളോട് സംസാരിക്കില്ല. അത് തെറ്റാണ്. അവൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും അവൾ നമ്മുടെ മകളാണ്. അതാണ് ഈശോയുടെ കരുണ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ അവളോട് ക്ഷമിക്കും. നമ്മൾ വലിയ ആൾക്കാരാണ്. ആദം തെറ്റ് ചെയ്ത് ഒളിച്ചിരുന്നപ്പോൾ പിതാവ് ചെന്ന് കണ്ടു ആദത്തിൻ്റെ അടുത്തേക്ക്. ഞങ്ങൾക്ക് അവളെ സ്വീകരിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ അവസാനം അവളോട് ക്ഷമിച്ച് അവരെ വിളിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളെയും കൊണ്ട് എന്നെ കാണാൻ വന്നേ. നോക്കിയപ്പോൾ എന്താ, ഒരു പഞ്ചപാവം പെങ്കൊച്ച്. ഞാൻ പറഞ്ഞ്, നീ ശരിക്കും അവനെ സ്നേഹിച്ചുകൊണ്ടാണോ ഇതൊക്കെ ചെയ്തത്? അവളോട് എനിക്ക് സ്നേഹമുണ്ടോ? നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ജീവിതത്തിൽ പങ്കാളിയായിരിക്കാനുള്ള ആളെക്കുറിച്ച് നീ 19 വയസ്സുള്ള നിനക്ക് എന്തറിയാം? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്തോയൊക്കെ അങ്ങ് ചെയ്തു, എനിക്കൊന്നും അറിഞ്ഞൂടാ. ശരിക്കും അവളെ കണ്ടാൽ മനസ്സിലാവും, ഒരു പൊട്ടിപ്പെണ്ണ്. എന്തിനു പറയണു? ഞാൻ അവളോട് പറഞ്ഞു, നീ യഥാർത്ഥമായിട്ട് അയാളെ സ്നേഹിക്കുകയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിന്റെ ആ ഒരു ഉദ്ദേശം. എത്ര നാളായിട്ട്? 6 മാസമായിട്ട് അറിയുള്ളൂ. കേട്ടോ, 6 മാസമായിട്ട്. നിന്റെ ജീവിതകാലം വളർത്തിയ ഈ മാതാപിതാക്കളോ ഈ 6 മാസമായിട്ട് അറിയണ ആളോ ആരാ നിനക്ക് വരുന്നത്? ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് അവൾക്കൊരു ഒരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇവളെ സ്നേഹിച്ച് സംസാരിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ ആ ബന്ധം വിട്ട് വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഇവിടുത്തെ കല്യാണമില്ല, അതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല. അമ്പലത്തിലെ കല്യാണത്തിന് വല്ല വാലിഡിറ്റി. അപ്പോൾ അതൊക്കെ